ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് പച്ചമാങ്ങയാണ്. ഞാനിവിടെ ഒരു പച്ചമാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ ഒരു ഒറ്റ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 10-30 ഗ്ലാസ് ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മാങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 3/4 ഭാഗമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ മാങ്ങ വേവിച്ചെടുത്തിട്ടുണ്ട്. 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. പിന്നെ ആവി കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം വേണ്ടിയിട്ട്. അപ്പോൾ മാങ്ങ ഇപ്പം നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പൊട്ടിയത് എന്താന്ന് വെച്ചാൽ ഞാൻ മാങ്ങ പറിച്ച സമയത്ത് നിലത്ത് വീണിട്ട് അതിന് ചെറുതായിട്ടൊരു പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊട്ടി നിൽക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പച്ചമാങ്ങ വേവിക്കുന്ന സമയത്ത് പൊട്ടി പോകുന്നില്ല. അങ്ങനെ ഈ ഒരു വാടിയ കളറായിട്ട് അങ്ങനെയാണ് കേട്ടോ കിട്ടുക. ഒരു വെന്ത കളർ ഉണ്ടല്ലോ മാങ്ങയുടെ തൊലിയൊക്കെ, ആ ഒരു കളറായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഈ മാങ്ങ കുറച്ച് നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചെനച്ച് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. നല്ല പച്ചമാങ്ങയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ അതിൽ നിന്ന് കഷ്ണങ്ങൾ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ അരച്ചെടുത്താൽ ഇതാ നമ്മുടെ പച്ചമാങ്ങയുടെ പൾപ്പ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ. ഐസ് ആക്കിയിട്ടിട്ടൊക്കെ സൂക്ഷിച്ചു വെക്കാം. നമുക്ക് ഐസ് ക്യൂബ് ട്രേയിലൊക്കെ ഓരോ കള്ളിയിലും ഒഴിച്ചു കൊടുത്തിട്ട് അത് അങ്ങനെ നമുക്ക് ഐസാക്കിയിട്ടിട്ട് ആണെങ്കിൽ സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പുളിക്ക് ആവശ്യമായിട്ട് ഇതിലേക്ക് ഉള്ള പൾപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരണം പച്ചമാങ്ങയുടെ പൾപ്പാണിത്, അപ്പോൾ ഒരു പുളി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പുളിക്ക് ആവശ്യമായിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുടിക്കാം. നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.